കഷ്ടനഷ്ടങ്ങൾ നോക്കാതെയും മാനാപമാനങ്ങൾ പരിഗണിക്കാതെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ നോക്കുന്നതാണ് വിശ്വസ്തത. അറിഞ്ഞ സത്യങ്ങളോട് നീതി പുലർത്തുന്നതാണ് വിശ്വസ്തത. നിയോഗമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വിശ്വസ്തർ. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുന്നതും ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസം കാക്കുന്നതും വിശ്വസ്തതയാണ്. ദൈവം വിശ്വസ്തരായ ആളുകളെ അന്വേഷിക്കുന്നു. വിശ്വസ്തരായ ശുശ്രൂഷകരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അവരിലൂടെ മാത്രമേ ദൈവത്തിന് തൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുവാൻ കഴിയുകയുള്ളൂ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും എന്ന് യെഹെസ്കേൽ 22:30 നാം വായിക്കുന്നു. ജനത്തിന്റെ അവിശ്വസ്തത ദൈവത്തെ ദുഃഖിപ്പിക്കും. വിശ്വാസം വിശ്വസ്തയോടെ ഉപയോഗിച്ചാൽ മാത്രമേ തുടർന്നും ദൈവത്തിന് അതിലുമധികം ഏൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അവിശ്വസ്തരാണെന്ന് കണ്ടാൽ മറ്റൊരാളെ ദൈവം ആ സ്ഥാനത്ത് ആക്കും. ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തു ഇസ്രായേലിലെ ആദ്യ രാജാവാക്കി. അപ്രതീക്ഷിതമായ സമയത്ത് ശൗലിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിരുന്നു അത്. എന്നാൽ അവിശ്വസ്തനായപ്പോൾ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് ശൗലിനെ ദൈവം മാറ്റി വിശ്വസ്തനായ ദാവീദിനെ ആ സ്ഥാനത്ത് നിയമിച്ചു. അവിശ്വസ്തനായ ശൗലിന്റെ അന്ത്യം നമുക്ക് അറിയാവുന്നതാണ്. അവൻ ആത്മഹത്യക്കായി വാളൂരി അതിന്മേൽ വീണു. അവൻ മരിച്ചില്ല. ശൗലിന്റെ ആവശ്യപ്രകാരം ഒരു അമാലേക്യൻ അവനെ വെട്ടിക്കളഞ്ഞു. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവരെ ദൈവം അഭിഷേകം ചെയ്യും. ശൗലിന് കൊട്ടാരമുണ്ട്, പണമുണ്ട്, സ്ഥാനമുണ്ട്, പട്ടാളക്കാരുണ്ട്, അധികാരത്തിന്റെ ചെങ്കോലുണ്ട്. എന്നാൽ അഭിഷേകം ഇല്ലായിരുന്നു. അതുകൊണ്ട് കാട്ടിലും നാട്ടിലും യുദ്ധക്കളത്തിലും വിശ്വസ്തയോടെ നിന്ന ദാവീദ് ജനത്തെ നയിച്ചു. മലനായ ഗോല്യാത്തിനെ കൊല്ലുവാനുള്ള അഭിഷേകം ദൈവം ദാവീദിന് നൽകി. ജനത്തെ ആത്മീയമായി നയിക്കുവാൻ അധികാരം വേണ്ട, അഭിഷേകം മതി. യൂദായുടെ അവിശ്വാസം മൂലം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവൻ നാശയോഗ്യനായി നശിച്ചു. പകരം മത്യാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വിശ്വസ്തനായ ശമൂവേലിനെ ഇസ്രായേലിന്റെ ഒരറ്റമായ ദാൻ മുതൽ മറ്റേ അറ്റമായ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനാക്കി മാറ്റി. എന്നാൽ ശമൂവേൽ വളർന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. 1 ശമൂവേൽ 3:19-20 ജീവിതത്തിൽ നാം വിശ്വസ്തരായി വർത്തിക്കേണ്ട പല മേഖലകളും ഉണ്ട്. നാം ദൈവവചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കണം. എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:28 നാം വായിക്കുന്നു. ദൈവം തരുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ അവർ വിശ്വസ്തരാകും, അവർ ജയാളിയാകും. ഭൗതിക വിഷയങ്ങളുടെ തിരക്കിൽ ദൈവീയ വിഷയങ്ങളിൽ ദരിദ്രനാകരുത്. ദൈവത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾക്കാണ് സ്വർഗത്തിൽ പ്രതിഫലം. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ നാം കൈകാര്യം ചെയ്യണം. യജമാനൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ ഏൽപ്പിച്ച താലന്തുകളുടെ കഥയിൽ കൂടി നാം അല്പകാര്യത്തിൽ പോലും വിശ്വസ്തത പുലർത്തണം എന്ന് യേശു പഠിപ്പിച്ചു. താലന്ത് മൂടിവെക്കുന്ന അവിശ്വസ്തനായ ദാസനെ പോലെ നാം ആകരുത്.
ശുശ്രൂഷകളും കൃപാവരങ്ങളും ദൈവം നൽകുന്നതാണ്. അവ ശരിയായി ഉപയോഗിച്ചാൽ കർത്താവ് വീണ്ടും അധികം നൽകുവാൻ ഇടയാകും. ഉപയോഗിക്കുന്നവനും വർദ്ധിപ്പിക്കുന്നവനുമാണ് നല്ലവനും വിശ്വസ്തനും ആയ ദാസൻ എന്ന് വിളി കേൾക്കുവാൻ യോഗ്യൻ ആകുന്നത്. നാം അവിശ്വസ്തനാണെന്ന് കണ്ടാൽ ദൈവം നമുക്ക് ഉള്ളത് എടുത്ത് വിശ്വസ്തനായ മറ്റൊരാളെ ഏൽപ്പിക്കും. ദൈവം അല്പമാണ് തന്നതെങ്കിൽ അതിൽ വിശ്വസ്തനാകുക. അപ്പോൾ ദൈവം നമ്മെ അധികത്തിൽ വിചാരകനാക്കും. വിശ്വസ്തരായി വർത്തിച്ചാൽ നിശ്ചയമായും ദൈവം അതിന് പ്രതിഫലം തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നാം ജീവന്റെ കിരീടം പ്രാപിക്കും എന്ന തിരുവെഴുത്തുകൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതെ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും എന്ന് വെളിപ്പാട് പുസ്തകം 2:10 നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.